ദോഹയിൽ ഇറങ്ങിയതിന് ശേഷം ഈ ട്രാൻസ്ഫേഴ്സ് എന്ന് പറഞ്ഞ ഡയറക്ഷനിലേക്ക് പോവുക. ഇപ്പോൾ ഇതിൽ കാണുന്നത് റൈറ്റ് സൈഡാണ് ട്രാൻസ്ഫേഴ്സ്. ആ ഡയറക്ഷനിലേക്ക് നടക്കുക. അതേ സമയത്ത് തന്നെ അവിടുത്തെ വൈഫൈയിൽ കണക്ട് ചെയ്യാൻ നോക്കുക. വൈഫൈ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ HIA ഖത്തർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. HIA ഖത്തർ സെലക്ട് ചെയ്യുക. അതിൽ ഈ പറഞ്ഞ പോലെ പ്രൊസീഡ് എന്ന് പറഞ്ഞ ബട്ടൺ മാത്രം ക്ലിക്ക് ചെയ്താൽ വൈഫൈയിലേക്ക് കണക്റ്റായി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ക്ലോക്കിൻ്റെ ടൈം മാറുന്നത് കാണണം. ഇനിയിപ്പോൾ ഇതാ ട്രാൻസ്ഫേഴ്സ് എന്ന് പറഞ്ഞതിൻ്റെ ഡയറക്ഷനിലേക്ക് ഇങ്ങനെ നടക്കുക. എല്ലാ സ്ഥലത്തും ക്ലിയർലി ഇത് മാർക്ക്ഡ് ആയിരിക്കും, ക്ലിയർലി ഇൻഡിക്കേറ്റഡ് ആയിരിക്കും. കുറേ ആൾക്കാർ അതിൻ്റെ ആ ഡയറക്ഷനിലേക്ക് നടക്കുന്നുണ്ടാവും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവരോട് ചോദിക്കാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റാഫിനോടും ചോദിക്കാം. ട്രാൻസ്ഫേഴ്സിലേക്കാണ് പോകേണ്ടത്, ബാഗേജ് ക്ലെയിമിലേക്ക് അല്ല. ഇതാ ഇവിടെ ഒരു ക്ലോക്ക് ഉണ്ട്. ഇത് അവിടുത്തെ ലോക്കൽ ടൈമിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വൈഫൈയിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ആ മൊബൈലിലെ ടൈമും ആ ടൈമും സെയിം ആയിരിക്കണം. ഇല്ലെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്യണം. കാരണം ഇനി ഇവിടുത്തെ ഡിപ്പാർച്ചർ ടൈം എന്ന് പറയുന്നത് അവിടുത്തെ ലോക്കൽ ടൈമാണ്. അപ്പോൾ കയ്യിലുള്ള ഇന്ത്യൻ ടൈം നോക്കിയിരിക്കരുത്. ഇതിപ്പോൾ ടുവേർഡ്സ് ട്രാൻസ്ഫേഴ്സ് ഇങ്ങനെ നടന്ന് ഒരു പോയിന്റിലെത്തുമ്പോൾ ഇതുപോലത്തെ നമ്മൾ നേരത്തെ കൊച്ചിയിൽ കണ്ട പോലെ തന്നെ ഇവിടെയും സെക്യൂരിറ്റി ചെക്കിങ്സ് ഉണ്ടാവും. ആ ലൈനിൽ കയറി നിന്ന് അവിടുത്തെ സ്റ്റാഫ് പറയുന്ന പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുക. ഇത് നമ്മൾ നേരത്തെ കണ്ടു. നമുക്ക് ദോഹ ടു മ്യൂണിക്കിൽ കിട്ടിയ ബോർഡിംഗ് പാസിൽ ഗേറ്റ് നമ്പർ മെൻഷൻഡ് അല്ല. ഈ ഗേറ്റ് നമ്പർ അധികവും 2 മണിക്കൂർ, ഫ്ലൈറ്റിൻ്റെ 2 മണിക്കൂർ മുന്നേ അസൈൻ ആവുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ബോർഡ് കാണാം. അവിടെ ഡിപ്പാർച്ചർ ടൈമിൻ്റെ ഓർഡറിൽ അവിടെ ഫ്ലൈറ്റ്സ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് ഫ്ലൈറ്റ് നമ്പറും അതേപോലെ ഡെസ്റ്റിനേഷൻ മ്യൂണിക് എന്ന് പറഞ്ഞിട്ട് അവിടെ ക്ലിയർലി കാണാം. ഇല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ, ഇവിടെ ഫ്ലൈറ്റ് ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു QR കോഡ് സ്കാൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മുടെ കയ്യിലുള്ള ബോർഡിംഗ് പാസിലുള്ള QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഗേറ്റ് നമ്പർ ഇവിടെ മെൻഷൻഡ് ആയിരിക്കും. ഇപ്പോൾ ഇതിൽ കണ്ടത് C43 ആണ് ഗേറ്റ് നമ്പർ. ഇതിൽ കാണാം 12 മിനിറ്റാണ് ആ ഗേറ്റിലേക്ക് എത്താൻ. ഇത് കൊച്ചിയോ കോഴിക്കോടോ എയർപോർട്ടോ പോലെയല്ല, ഒരുപാട് ഗേറ്റ്സ് ഉണ്ടാവും. ഇത് ABCDE എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് C43 പോകുന്നുണ്ട്. കണ്ടോ, C എന്ന് പറഞ്ഞത് ക്ലിയർലി മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് A ആണ്, ഇത് B ആണ്. അപ്പോൾ നമുക്ക് പോകേണ്ടത് C43 ആയതുകൊണ്ട് ലെറ്റ്സ് ഗോ ടുവേർഡ്സ് C. കണ്ടോ, C ക്ലിയർലി ഡയറക്ഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഡയറക്ഷനിലേക്ക് മുന്നോട്ട് നടക്കുക. ദൂരേന്ന് C എന്ന് പറഞ്ഞ ഗേറ്റിൻ്റെ ഡയറക്ഷൻ കാണാൻ പറ്റും. അതിൻ്റെ ഡയറക്ഷനിലേക്ക് നടന്നുകൊണ്ടേയിരിക്കുക. ചിലപ്പോൾ ഇതുപോലത്തെ ട്രെയിൻസ് ആയിരിക്കും ആ ഗേറ്റിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ആ ട്രെയിനിൽ കയറുക, ആ ട്രെയിൻ എവിടെയാണോ സ്റ്റോപ്പ് ആവുന്നത് അവിടെ ഇറങ്ങുക. പിന്നെ വീണ്ടും ഇതുപോലെ ആരോ നോക്കിയിട്ട് കണ്ടിന്യൂ ചെയ്യുക. ഇത് കണ്ടോ, CDEയുടെ ഡയറക്ഷനിലേക്ക് നടക്കുക. പല സ്ഥലത്തും ഇറങ്ങാൻ എസ്കലേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ എസ്കലേറ്റേഴ്സിൻ്റെ അടുത്ത് തന്നെ ലിഫ്റ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി എസ്കലേറ്റേഴ്സ് ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ലിഫ്റ്റും യൂസ് ചെയ്യാം. നമുക്ക് പോകേണ്ടത് C43 ആണ്. നേരത്തെ കണ്ട ഓർമ്മയുണ്ടല്ലോ, C43യിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അതിപ്പോൾ ക്ലിയർലി മാർക്ക്ഡ് ആണ്. C39 to C43 ഗേറ്റ്സ് ആ ഡയറക്ഷനിലേക്കാണ്, റൈറ്റ് സൈഡ് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യേണ്ടത്. ആ ഡയറക്ഷനിൽ നടന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ പറഞ്ഞ പോലെ ക്ലിയർലി മാർക്ക്ഡ് ആയിരിക്കും. ഇതിപ്പോൾ നേരെ തന്നെയാണ്, കണ്ടിന്യൂ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ നേരെ തന്നെ പോവുക. പക്ഷേ അത് C39 C40 ലെഫ്റ്റ് പോകണം. പക്ഷേ നമുക്ക് പോകേണ്ടത് നേരെ തന്നെയാണ്. അങ്ങനെ ആ ഡയറക്ഷൻ ബോർഡ് മാത്രം കണ്ടിന്യൂ ചെയ്ത് നടന്നാൽ മതി. അങ്ങനെ നടന്ന് C43 ലെഫ്റ്റ് സൈഡിലാണെന്ന് കാണുന്നു. ഇനി കുറച്ചുകൂടിയും ആ ഡയറക്ഷനിൽ നടക്കുമ്പോൾ നമുക്ക് ദൂരെ നിന്ന് C43 പറഞ്ഞ ഗേറ്റ് അവിടെ കാണാം. ആ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ
ഒരുപാട് ഫ്രീ സീറ്റ്സ് അവൈലബിൾ ആയിരിക്കും. അവിടെ എവിടെയെങ്കിലും പോയി ഇരിക്കുക. ഇത് നേരത്തെ പോലെ തന്നെ ആ വെയിറ്റിംഗ് ഏരിയയിൽ പിന്നെ സ്റ്റാഫിൻ്റെ അനൗൺസ്മെൻറ്റ് ഉണ്ടാവും ബോർഡിങ് ചെയ്യണ സമയത്ത്. അത്രയേ ഉള്ളൂ. ഇനി എല്ലാം സെയിം ആണ്. ബോർഡിങ് അനൗൺസ്മെൻറ്റ് സമയത്ത് ബോർഡ് ചെയ്യുക. ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറി സീറ്റ് നമ്പർ അനുസരിച്ചിട്ട് സീറ്റ് കണ്ടുപിടിക്കുക. ഇവിടെ എല്ലാം ഫ്ലൈറ്റ് അറ്റൻഡൻസ് സഹായിക്കും. എല്ലാം ചെക്ക് ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ സീറ്റിലെത്തിയെന്ന് അവർ ഉറപ്പ് വരുത്തും. Flight ready for takeoff. പിന്നെ ഫ്ലൈറ്റിലെ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റമിൽ മൂവീസ് കാണാം, അവർ സെർവ് ചെയ്യുന്ന ഫുഡ് കഴിക്കാം, അതുപോലെ തന്നെ ടോയ്ലറ്റൊക്കെ ആക്സസ് ചെയ്യാം. ആൻഡ് കുറേ കഴിഞ്ഞിട്ട് നമ്മൾ മ്യൂണിക്കിലേക്ക് ലാൻഡ് ചെയ്യും. മ്യൂണിക്കിൽ ലാൻഡ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് നോക്കേണ്ടത് ബാഗേജ് ക്ലെയിമാണ്. കാരണം ഇവിടെ നമ്മൾ എക്സിറ്റാണ് ചെയ്യുന്നത്. ബാഗേജ് ക്ലെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത ലഗേജിനെ തിരിച്ചെടുക്കലാണ് ബാഗേജ് ക്ലെയിം. അപ്പോൾ എക്സിറ്റ് ഇല്ലെങ്കിൽ ബാഗേജ് ക്ലെയിമിൻ്റെ ഡയറക്ഷനിലേക്ക് നടക്കുക. ഈ അധികം ആൾക്കാർ നടക്കുന്ന ഡയറക്ഷനിലേക്ക് നടന്നാൽ മതി. അങ്ങനെ നമ്മൾ ബാഗേജ് ക്ലെയിമിൻ്റെ ഏരിയ എത്തുന്നതിന് മുന്നേ ഫസ്റ്റ് നമുക്ക് ഇവിടെ ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്യണം. ഇവിടെ ഓൾ പാസ്പോർട്ട്സ് എന്ന് പറയുന്ന ഏരിയയിലേക്ക് നടന്നാൽ മതി. ഓൾ പാസ്പോർട്ട്സ്, അതായത് ഇന്ത്യൻ പാസ്പോർട്ട്സ് ഉള്ള ആൾക്കാർ പോകേണ്ടത് ഓൾ പാസ്പോർട്ട്സിൻ്റെ ഏരിയയിലാണ്. അതിൻ്റെ ആ ക്യൂവിൽ കയറി ആ ലൈനിൽ കയറി നിൽക്കുക. ഇവിടെ പാസ്പോർട്ട്, വിസ, റിട്ടേൺ ടിക്കറ്റ്, ഈ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്ത് വെക്കാം. ഇവിടെ ഒരു ബോർഡിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണ് കയ്യിൽ വെക്കേണ്ടതെന്ന്. അപ്പോൾ മെയിൻലി പാസ്പോർട്ട്, വിസ, റിട്ടേൺ ടിക്കറ്റ് ഇതൊക്കെയാണ് നോർമലി ചോദിക്കുക. അങ്ങനെ കസ്റ്റംസ് കഴിഞ്ഞ് എക്സിറ്റ് ആകുമ്പോൾ തന്നെ അധികവും ആ ഗേറ്റിൻ്റെ അടുത്ത്, അതായത് ബാഗേജ് ക്ലെയിമിൻ്റെ ഏരിയയിലേക്ക് എത്തും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ബെൽറ്റിൽ കുറേ ബാഗ്സ് ഇങ്ങനെ നീങ്ങുന്നത് കാണാം. അതിൽ നിങ്ങളുടെ പെട്ടി ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് കയ്യിലെടുത്ത് വയ്ക്കുക. ഇവിടെയും ബാക്കിൽ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് പുഷ് ട്രോളീസൊക്കെ അവൈലബിൾ ആണ്. അത് നിർബന്ധമില്ല, വേണമെങ്കിൽ അതിൽ കളക്ട് ചെയ്യാം. വീൽസ് ഉള്ള ബാഗ് ആയതുകൊണ്ട് അത് നിർബന്ധമില്ല. ബാഗ് എല്ലാം എടുത്തു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എക്സിറ്റ് ഇല്ലെങ്കിൽ ഹൗസ് ഗാങ് എന്ന് മാർക്ക് ചെയ്ത ഡയറക്ഷനിലേക്ക് പുറത്തേക്ക് ഇറങ്ങി വരിക. അവിടെ ഞാൻ വെയിറ്റിംഗ് ആയിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വെൽക്കം ടു ജർമ്മനി.